7 വർഷമായി ജയിലിൽ കഴിയുന്ന അബ്ദുൽ നാസർ മഅദനി നിയമ സംവിധാനത്തിനു മുന്നിൽ ചോദ്യങ്ങൾ ഉയർത്തുന്നു. കുറ്റവാളിയെന്നോ നിരപരാധിയെന്നോ തെളിയിക്കപ്പെട്ടിട്ടില്ല. വർഷങ്ങൾക്കുശേഷം നിരപരാധിത്വം തെളിയിക്കപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ നഷ്ടപ്പെട്ട വർഷങ്ങളുടെ ജീവിതം ആരു നൽകും? 1000 കുറ്റവാളികളെ വെറുതെ വിട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. ഇത് മനുഷ്യാവകാശ ലംഘനമാണ്. ഒരു പൗരന് ഭരണഘടന നൽകുന്ന ജീവിക്കാനുള്ള അവകാശത്തിന്റെ നിഷേധം. മഅദനിയെ മോചിപ്പിക്കുക. സോളിഡാരിറ്റി ആലപ്പുഴയിൽ സംഘടിപ്പിച്ച മനുഷ്യാവകാശ സമ്മേളനം. പ്രഥമദൃഷ്ട്യ ഈ മനുഷ്യനെതിരായി നിങ്ങൾ 7 കൊല്ലമായി നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തെ ഒരു പൗരൻ, കേരളത്തിലെ ഒരു പൊതുപ്രവർത്തകനെതിരായി ഒരു എലിയെ ശിക്ഷിക്കാൻ പോലുമുള്ള തെളിവ് ഹാജരാക്കാൻ പോലീസിന് കഴിഞ്ഞില്ല എന്ന് വിനയപൂർവ്വം ചൂണ്ടിക്കാണിക്കപ്പെട്ടു. അതും നിരാകരിച്ചു. ഇദ്ദേഹത്തെ പുറത്തുവിട്ടാല് ക്രമസമാധാന നില തകരും. പക്ഷെ അത് തമിഴ്നാട്ടിലാണോ കേരളത്തിലാണോ എന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. അതിന് മറുപടിയായി ബഹുമാനപ്പെട്ട കോടതിയിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി കാസർകോട് ഒരു മീറ്റിംഗിൽ പ്രസംഗിച്ചു. പത്രപ്രവർത്തകരുടെ വ്യക്തമായും നേരിട്ടുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞു, അബ്ദുൽ നാസർ മഅദനിയേക്ക് ജാമ്യം കൊടുത്താൽ കേരളത്തിൽ ക്രമസമാധാന നിലയ്ക്ക് യാതൊരു ഭംഗവും ഉണ്ടാവുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല എന്ന്. ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും. ബഹുമാനപ്പെട്ട ജഡ്ജി എന്നോട് ചോദിച്ചത്, നിങ്ങളുടെ കേരള സർക്കാർ ഇടയ്ക്കിടയ്ക്ക് അഭിപ്രായങ്ങൾ മാറുമല്ലേ? പെരിയാർ കേരളത്തിന്റെ ദാഹം തീർക്കുന്ന ഏറ്റവും വലിയ നദി. ഇന്ന് പെരിയാറില്ല. ഉള്ളത് വിഷമാലിന്യങ്ങൾ പേറുന്ന പെരിയാറാണ്. പെരിയാറിന്റെ തീരത്ത് സ്ഥാപിക്കപ്പെട്ട 300ഓളം വ്യവസായ സ്ഥാപനങ്ങളുടെ വിസർജ്യങ്ങൾ പേറുന്ന വിഷജലം ഒഴുക്കുന്ന വിഷനദി. പരിസരവാസികൾ ക്യാൻസർ, ആസ്ത്മ, ഹൃദ്രോഗം, ബുദ്ധിമാന്ദ്യം, ബ്രെയിൻ ഫീവർ എന്നീ രോഗങ്ങൾക്കിരയായി ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാലും നമുക്ക് വേണ്ടത് വികസനം തന്നെ. കേരളത്തിന്റെ ജലക്ഷാമം പരിഹരിക്കുന്നതിന് സർക്കാർ മഴക്കുഴികൾ നിർമ്മിക്കുന്നു. പെരിയാറിലെ വെള്ളം വിഷം കലർത്തുന്നതിന് കൂട്ടുനിൽക്കുന്നതും ഇതേ സർക്കാർ തന്നെ. ഈ വൈരുദ്ധ്യമാണ് കേരളത്തിന്റെ ശാപം. പെരിയാറിന്റെ തീരത്ത് വസിക്കുന്നവരുടെ ക്ഷണം സ്വീകരിച്ച് സോളിഡാരിറ്റി സംഘടിപ്പിച്ച പെരിയാർ സമ്മേളനം. അതുകൊണ്ട് വെള്ളം എന്നുള്ളത് വായു, വെള്ളം, നമ്മുടെ കടല്, കായല്, പുഴകള്, നദികള്, മലകള്, മണ്ണ്, ഇത് ഈ നാടിന്റെ, സമൂഹത്തിന്റെ, ജനങ്ങളുടെ പൊതുസ്വത്താണ്. സാങ്കേതികമായി സർക്കാർ പലതിന്റെയും ഉടമസ്ഥാവകാശം കൈവയ്ക്കുന്നു. സർക്കാരിന്റെ ഉടമസ്ഥാവകാശം ഉണ്ടെങ്കിലും ആത്യന്തികമായി സർക്കാർ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തന്നെയാണ്. ജനങ്ങളെ അവഗണിച്ചുകൊണ്ട് ഒരു സർക്കാരിന് നിലനിൽക്കില്ല. ജനങ്ങളുടെ പൊതുസ്വത്താണ്. അതുകൊണ്ട് ജീവിക്കാനുള്ള മനുഷ്യരുടെ അവകാശത്തിന് വേണ്ടിയാണ് ഇപ്പോൾ നടത്തുന്ന ഈ പോരാട്ടം. ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകാതെ മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി, ശുദ്ധവായുവിന് വേണ്ടിയുള്ള, ശുദ്ധവെള്ളത്തിന് വേണ്ടിയുള്ള, ജീവിക്കാൻ വേണ്ടിയുള്ള മനുഷ്യന്റെ പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഈ പോരാട്ടം വിജയിക്കേണ്ടത് നാടിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം, തലമുറകളുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ്. ഇവിടെ ആവശ്യമായ സന്ദർഭത്തിൽ ഇടപെട്ടില്ലെങ്കിൽ ഈ തലമുറ, ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ തലമുറയെ വരാൻ പോകുന്ന തലമുറ ശപിക്കും. സാമ്പത്തിക വളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. എന്നാൽ ദാരിദ്ര്യവും പട്ടിണിയും കടക്കിണിയും ആത്മഹത്യയും ഇവിടെ നാൾക്കുനാൾ വർദ്ധിക്കുന്നു. കൺസ്യൂമർ സ്റ്റേറ്റായി മാറിയ കേരളം ഉൽപാദന രംഗത്ത് നിന്നും മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ വരും നാളുകളിൽ കേരളത്തെ പ്രതിസന്ധിയിലാക്കും. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള
അന്തരം ഇവിടെ വർദ്ധിക്കുകയാണ്. അപജയങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് സമൂഹത്തിൽ സാമ്പത്തിക വളർച്ച കൈവരിക്കുമ്പോഴും പാർപ്പിട പ്രശ്നവും കുടിവെള്ള പ്രശ്നവും ദാരിദ്ര്യവും പട്ടിണിയും ലക്ഷക്കണക്കിന് ടൺ അരി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെയും വെയർ ഹൌസിംഗ് കോർപ്പറേഷന്റെയും ഒക്കെ ഗോഡൌണുകളിൽ കെട്ടിക്കിടക്കുമ്പോഴാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൃഷിക്കാർ ആത്മഹത്യ ചെയ്യുന്നത്. ഇതാണ് വികസനത്തിനുള്ള വിരോധാഭാസം, വൈരുദ്ധ്യം. കേരളത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതിയിൽ ഗൾഫ് പണത്തിന്റെ പങ്ക് ശ്രദ്ധേയമാണ്. എന്നാൽ ഗൾഫ് നാടുകളിൽ വീടും കുടുംബവും ഉപേക്ഷിച്ച് രാവും പകലും കഠിനാധ്വാനം ചെയ്യുന്ന പ്രവാസികളുടെ സമ്പത്ത് ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? വീട് നിർമ്മാണത്തിലും ആർഭാട ജീവിതത്തിലും ദ്രവ്യം ചെയ്യപ്പെടുന്ന ധനം സാമ്പത്തികം മാത്രമല്ല, സാംസ്കാരിക തകർച്ചയ്ക്കു കൂടി കാരണമാകുന്നു. ഗൾഫുകാരന്റെ വിയർപ്പിന്റെ ഗന്ധമുള്ള സമ്പത്ത് നമുക്കെങ്ങനെ നാടിന്റെ പുരോഗതിക്കു വേണ്ടി പ്രയോജനപ്പെടുത്താം? ഗൾഫ് പണവും കേരളത്തിന്റെ വികസനവും സോളിഡാരിറ്റി കോട്ടക്കലിൽ സംഘടിപ്പിച്ച സെമിനാർ. ധർമാശുപത്രികൾ എവിടെ? ഗവൺമെന്റ് ആശുപത്രികൾ നാൾക്കുനാൾ ഇല്ലാതാവുന്നു. സ്വകാര്യ ആശുപത്രികൾ പെരുകുന്നു. ചികിത്സ ഇന്ന് വ്യവസായമായി മാറി. ആശുപത്രികൾ അറവുശാലകളും. ചെറിയ രോഗങ്ങൾക്ക് പോലും CT സ്കാനും ഓപ്പറേഷനും വിധിക്കുന്നു. കനത്ത ഫീസും ഈടാക്കുന്നു. പണമുള്ളവർ ചികിത്സിച്ചാൽ മതി, പണമില്ലാത്തവർക്ക് മരണം. ഇത് മാറിയേ പറ്റൂ. ഇവിടെ പണമില്ലാത്തതിന്റെ പേരിൽ ആരും മരിക്കാൻ പാടില്ല. അവന്റെ ചികിത്സ സർക്കാർ ഏറ്റെടുക്കണം. അറവുശാലകളായി മാറിയ സ്വകാര്യ ആശുപത്രികളെ നിലക്ക് നിർത്തണം. ഇല്ലെങ്കിൽ ജനം അവരെ മര്യാദ പഠിപ്പിക്കും. ആശുപത്രി ചൂഷണത്തിനെതിരെ സോളിഡാരിറ്റി നടത്തിയ ബഹുജനം. സന്ദർശകർക്ക് പാസിന് ഫീസ് എന്ന് പറയുന്ന 2 രൂപ 5 രൂപ 10 രൂപ വരെയായി നിൽക്കുന്ന ഒരു സ്ഥിതി. ഒരു ദിവസം 5000-നും 8000-നും ഇടയ്ക്ക് സന്ദർശക പാസ് കൊടുക്കുന്നു. ഇതിൽ കൂടെ ഉണ്ടാകുന്ന വരുമാനം എന്താണ്? കോളക്കമ്പനി നാടുവിടുക. സോളിഡാരിറ്റി പ്ലാച്ചിമട ഐക്യദാർഢ്യ സമ്മേളനം 2005 മാർച്ച് 20. സാമ്രാജ്യത്വത്തിന്റെ പ്രതീകമായ കോള ഫാക്ടറിക്കെതിരെ ജനരോഷം ഇരമ്പി. കേരളത്തിലെ മുഴുവൻ മനുഷ്യരും ഒരു പിടി അരി നൽകി പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. പ്ലാച്ചിമടയിലേക്ക് ഒരു കുടം വെള്ളവും ഒരു പിടി അരിയും. പട്ടിണി കിടന്ന് കോളഭീമനെ മുട്ടുകുത്തിക്കുന്ന പ്ലാച്ചിമടയിലെ സാധാരണക്കാരായ പോരാളികളെ സഹായിക്കാൻ ഒരു പിടി അരി തന്ന് സോളിഡാരിറ്റിയോട് അവർ സഹകരിച്ചു. പ്ലാച്ചിമടയിലേക്ക് ആദിവാസികൾ സ്വന്തം കുടിവെള്ളം കാത്തുസൂക്ഷിക്കുക മാത്രമല്ല, സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം കൂടിയാണ് അവർ നടത്തുന്നത്. പോരാട്ടം നമുക്ക് വേണ്ടിയാണ്, നാട്ടുകാർക്ക് വേണ്ടി. കോളക്കമ്പനിയെ ഞങ്ങൾ മുട്ടുകുത്തിക്കും. ഇല്ല, ഞങ്ങൾ സമ്മതിക്കില്ല. നഷ്ടപരിഹാരം നൽകാതെ നാടുവിടുവാൻ കോളക്കമ്പനിയെ അനുവദിക്കില്ല. തടയും. കേരളത്തിൽ എവിടെ കൊണ്ടുപോയി സ്ഥാപിച്ചാലും തടയും. പ്ലാച്ചിമടയിലെ ആദിവാസികളോടൊപ്പം നിന്ന് തടയും. കാണിക്കുന്ന കാപട്യം തുറന്നു കാണിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പാവക്കമ്പനി അടച്ചുപൂട്ടണം. മാത്രവുമല്ല, നഷ്ടപരിഹാരം നൽകണം. ഈ ജനതയ്ക്ക് നൽകേണ്ടുന്ന നഷ്ടപരിഹാരം നൽകാതെ കമ്പനി ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. ഹജ്ജിന് പോകുന്നത് പോലെയും ഹിന്ദുക്കൾ കാശിയിൽ പോകുന്നത് പോലെയും പ്ലാച്ചിമടയിലേക്കുള്ള ഈ യാത്ര സോളിഡാരിറ്റി പ്രവർത്തകർക്ക് ഓർത്തിരിക്കാനുള്ള ഒരു തീർത്ഥയാത്രയാണ്.